നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് രാജ്യത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചെടുക്കുമോ, അതോ എൻ ഡി എ മുന്നണി തുടർഭരണം ആവർത്തിക്കുമോ? ലോക്സഭാ ഇലക്ഷൻ 2024 ലോക് പോൾ മെഗാ സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി 326 സീറ്റുകളുമായിട്ട് ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്നാണ്. അതേസമയം 194 സീറ്റുകൾ മാത്രമാണ് NDA മുന്നണിക്ക് നേടാൻ സാധിക്കുകയെന്നും ലോക് പോൾ മെഗാ സർവേ പറയുന്നു. അപ്പോൾ ഈ സർവേയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റുകൾ ഇരു മുന്നണികളും നേടുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ മുന്നണിയും 2 സീറ്റ് NDAയും ബാക്കിയുള്ള 21 സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് പ്രവചനം. അതേസമയം അരുണാചൽ പ്രദേശിലുള്ള 2 സീറ്റുകളിൽ 1 ഇന്ത്യ മുന്നണിയും 1 NDAയും നേടുമെന്നാണ് പ്രവചിക്കുന്നത്. ഇനി അസമിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 14 ഇടങ്ങളിൽ 7 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമ്പോൾ 7 സീറ്റുകൾ NDA നേടും. ബീഹാറിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 40 സീറ്റുകളുണ്ട്. അവിടെ 35 സീറ്റും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കും. ഇനി ഛത്തീസ്ഗഡിലാണെങ്കിൽ 11 സീറ്റുകളിൽ 6 സീറ്റുകളും, അതുപോലെ ഗോവയിൽ 2 സീറ്റുകളിൽ 1 സീറ്റും, ഗുജറാത്തിൽ 26 സീറ്റുകളിൽ 4 സീറ്റുകളും ഇന്ത്യ മുന്നണി നേടും. അതേസമയം ഗുജറാത്തിൽ 26-ൽ 22 ഇടങ്ങളിൽ NDA ആയിരിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഹരിയാനയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 10 സീറ്റുകളിൽ 4 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 6 സീറ്റുകൾ NDAയ്ക്കൊപ്പം നിലനിൽക്കുന്നുണ്ട്. ഇനി മാത്രമല്ല ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള 4 സീറ്റുകളിൽ 2 വീതമായിരിക്കും ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ NDAയും നേടുക. ജാർഖണ്ഡിൽ 14 സീറ്റുകളിൽ 10 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 4 സീറ്റുകൾ NDAയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. കർണാടകയിൽ 28 സീറ്റിൽ 20 സീറ്റുകളും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കും. കേരളത്തിലെ 20 സീറ്റുകളിൽ 20 സീറ്റും ഇന്ത്യ മുന്നണിക്കൊപ്പമായിരിക്കുമെന്നും ഈ സർവേ പ്രവചിക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറക്കില്ലെന്നുള്ള പ്രവചനമാണ് ഈ സർവേ ഇപ്പോൾ പുറത്തുവിടുന്നത്. മധ്യപ്രദേശിൽ 29 സീറ്റുകളിൽ 20 സീറ്റുകളിൽ NDA വിജയിക്കുമെന്നും മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളിൽ 28 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും സർവേ പറയുന്നു. മണിപ്പൂരിലും മേഘാലയയിലെ 2 സീറ്റും ഇന്ത്യ മുന്നണി നേടും. NDA ആകട്ടെ മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ 1 സീറ്റ് പോലും നേടില്ല. നാഗാലാൻഡിൽ 1 സീറ്റ് ഇന്ത്യ മുന്നണി നേടും. ഒഡീഷയിൽ 21 സീറ്റിൽ 1 സീറ്റ് ഇന്ത്യ മുന്നണി നേടും. 2 സീറ്റുകൾ NDA നേടും. 18 സീറ്റുകൾ മറ്റുള്ളവർ നേടും. പഞ്ചാബിലാകട്ടെ 13-ൽ 13 സീറ്റും ഇന്ത്യ മുന്നണി തൂത്തുവാരും. രാജസ്ഥാനിൽ 25 സീറ്റിൽ 10 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 15 സീറ്റുകൾ NDA നേടും. സിക്കിമിൽ 1 സീറ്റിൽ 1 സീറ്റ് ഇന്ത്യ മുന്നണിയും, തമിഴ്നാട്ടിൽ 39 സീറ്റുകളിൽ 39 സീറ്റുകളും ഇന്ത്യ മുന്നണി തൂത്തുവാരുമെന്നും, തെലങ്കാന അതുപോലെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ NDA 1 സീറ്റ് പോലും നേടില്ലെന്നാണ് സർവേ പ്രവചിക്കുന്നത്. തെലങ്കാനയിൽ 17-ൽ 10 സീറ്റും ഇന്ത്യ മുന്നണി നേടും. ത്രിപുരയിലാകട്ടെ 2-ൽ 2 സീറ്റും NDA നേടുമ്പോൾ 1 സീറ്റ് പോലും ഇന്ത്യ മുന്നണി നേടുന്നില്ല. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഉത്തർപ്രദേശിലാകട്ടെ 80 സീറ്റുകളുണ്ട്. അവിടെ 25 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയും 55 ഇടങ്ങളിൽ NDAയുമായിരിക്കും വിജയിക്കുക. ഉത്തരാഖണ്ഡിൽ 5-ൽ 3 സീറ്റ് ഇന്ത്യ മുന്നണിയും 2 സീറ്റ് NDAയുമാണ് വിജയിക്കുക. പശ്ചിമബംഗാളിൽ 42 സീറ്റിൽ 35 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. ചുരുക്കത്തിൽ 356 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 194 ഇടങ്ങളിൽ NDA വിജയിക്കുമെന്നുമാണ് ഈ ഒരു 2024 ലോക് പോൾ മെഗാ സർവേ പറയുന്നത്. ഏതായാലും ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.